ജീവിച്ചിരിക്കുന്ന ഒരാളോട് ഇന്നത് വേണം എന്ന് നമ്മൾ പറയുന്നു. ആ പറയണത് ഒരു കാലത്തും അങ്ങനെ ചെറുക്കാകും എന്ന് പൊതുവെ പറയാറില്ല. നേരെ മറിച്ച് മരിച്ചാല് അപ്പൊ അത് ചെറുക്കാകാനുള്ള ആ ഗുട്ടൻസ് എന്താന്നും കൂടി ഒന്ന് പറഞ്ഞായിരുന്നു. അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യം. മരിച്ച ആളോട് തേടുമ്പോൾ ശിർക്കാകുന്നത് ജീവിച്ചിരിക്കുന്ന ആൾ തേടിയാലും ശിർക്കാകും. അത് ഒരു മറുപടി. മരിച്ച ആളോട് മാത്രമല്ല ശിർക്ക്. ആ കാര്യം ഞാൻ ഇങ്ങോട്ട് തേടിയാലും നിങ്ങൾ എന്നോട് തേടിയാലും ശിർക്ക് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ മരിച്ച ആളെ മാത്രം പറയാൻ കാരണം, മരിച്ച ആൾ ഈ ദുനിയാവിലെ വൃത്തങ്ങളിൽ നിന്ന് മാറി, അസ്ബാബുകളിൽ നിന്ന് അയാൾ മുറിഞ്ഞു പോയി, അയാൾ മറ്റു ലോകത്തേക്ക് മാറി. ഇനി ദുനിയാവിൽ ഇടപെടുന്നൊരു പ്രശ്നമില്ല, ദുനിയാവിൽ ഇടപെടുന്ന പ്രശ്നം അയാൾക്കില്ല. ഇനി ഇവിടെ ഇടപെടണം എന്ന് വിശ്വസിക്കണമെങ്കിൽ അയാൾക്ക് ഈ അസ്ബാബുകൾക്കെല്ലാം അതീതമായി ഇടപെടാൻ പറ്റുമെന്ന വിശ്വാസം ഉണ്ടാകണം. അപ്പോഴേ പറ്റൂ. അപ്പൊ റഹ്മാനായ റബ്ബിന്റെ ചില കഴിവുകൾ വകവെച്ചു കൊടുക്കൽ അവിടെ വരുന്നു. അതാണ് അത് പറയാനുള്ള കാരണം. ഒന്ന്. രണ്ടാമത് മരിച്ചോലെ മാത്രം നമ്മൾ പറയാൻ കാരണം, നിങ്ങൾ ആരും ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയനോട് ഇസ്തിഗാസ ചെയ്യലില്ല. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ ഔലിയനോട് ഇസ്തിഗാസ. ഇപ്പൊ നിങ്ങളെ കണക്കിന് എ പി ഉസ്താദ് ഔലിയാണല്ലോ. ഉമ്മാനോട് ചോദിക്കുള്ളൂ, അതാ പ്രശ്നം. ഉമ്മാനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് എ പി ഉസ്താദിനെ ഇവിടുന്ന് വിളിക്കലുണ്ടോ? ഇല്ലല്ലോ. ആണ്ട് പോക്കല്ലേ ചെയ്യാം. മരിച്ചാലോ പിന്നെ ഇവിടെ നിന്നൊക്കെ വിളിക്കാന്ന്. കേട്ടിട്ടുണ്ട്, കേട്ടല്ലേ പോയി കാണണമൊക്കെ. അപ്പോ ഏത് ഔലിയാക്കന്മാരും മരിക്കണ വരെ എന്താണ് അവിടെ ചെല്ലുക, മൂപ്പയ്ക്ക് വല്ലതും കൊടുക്കുക, എന്നിട്ട് മൂപ്പര് ചോദിച്ചു പോലെ, അത്രേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാലോ പിന്നെ വല്ലാ നിരത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബൂടത് തീരം ചെയ്യും ഞാനെന്നോവാർ. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന. മരിക്കോളം അതില്ല. മരിക്കോളം മൂപ്പരെ പരി പോകണം, അവിടെ പോയി കാണാം, ഉസ്താദ് ഒന്ന് കാണാൻ പോയി, എപ്പോഴാണ് കാണുക, എവിടെ എത്താൻ പറ്റുക, എവിടെ നിങ്ങളുടെ അപ്പോയിൻമെന്റ് കിട്ടുക എന്ന് ചോദിച്ചിട്ട് വേണം അവിടെ പോയി ചോദിക്കാൻ. ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഇതുണ്ടാക്കിയതല്ലേ, മൊഹീദ്ദീന്മാരുണ്ടാവുള്ളൂ അവിടെ. ശരിയാണ്, അതൊക്കെ ഉണ്ട്. മൊഹീദ്ദീൻ മൗലൂദിലുണ്ട്, മൊഹീദ്ദീന്മാർ. അതേപോലെ ഖുർആൻ ഹദീസിലില്ലാന്ന്. ഉസ്താദുമായി പറയട്ടെ, സലാം സാഹിബ് ഇരിക്കും, സലാം സാഹിബ് ഇരിക്കും, കിതാബ് സലാം സാഹിബ്, സലാം സാഹിബ് അവിടെ ഇരിക്കും. നിങ്ങൾ എന്താ ഇളകണേ? കിതാബ് ഓതി ആലിമീങ്ങൾ പറയട്ടെ, നിങ്ങൾ ഇരുന്നോളി. ആലിമീങ്ങൾ പറയട്ടെ, കിതാബ് ഓതി ആലിമീങ്ങൾ പറയട്ടെ. നിങ്ങൾ കച്ചവടക്കാർ വന്നിട്ട് കച്ചവടം ഉണ്ടാക്കില്ലേ? ഞങ്ങളിപ്പോ ഇതിലും വരെ ഇളക്കൊക്കെ വളരെ മാന്യമായിട്ട് ആ ഉസ്താദ് ചോദിക്കണ്ട. മൂപ്പര് ഒരുപാട് കാലമായിട്ട് കിതാബ് ഓതിയ ആളാണ്. നിങ്ങൾ വെറും കച്ചവടമായിട്ട് നടക്കുന്ന ആളല്ലേ. നിങ്ങൾ അവിടെ ഇരിക്കും, ഒച്ചമുള്ളി ഉണ്ടാക്കില്ല. ആ ഉസ്താദ് വളരെ മാന്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാം, അപ്പൊ അദ്ദേഹത്തിന്റെ വിഷയം വെച്ചാൽ മരിച്ച മനുഷ്യന്മാരുടെ വിഷയം നമ്മളിങ്ങനെ ശിർക്ക് പറയുന്നു, ജീവിച്ചിരിക്കുന്ന ആളുടെ വിഷയത്തിൽ ശിർക്ക് പറഞ്ഞില്ല എന്നാ. അതിനാണ് ഞാൻ പറഞ്ഞത്. 2-3 മറുപടി കഴിഞ്ഞ് പറഞ്ഞതാണ്. 2-3 മറുപടി പറഞ്ഞു. ഒന്ന്, നിങ്ങളൊക്കെ തന്നെയും മരിച്ചു പോയതിനു ശേഷമാണ് ലോകത്ത് എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്നും അറിയുമെന്നും ഒക്കെ കൊണ്ടെടുക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുന്ന എന്താ ഒരു കുത്തുബിയ എന്റെ ഒരു വിളിച്ചു കാണിക്കല്ല പറഞ്ഞത്. ഒരു കുത്തുബിയത്ത് കാന്തപുരത്തിന് വലുപ്പുണ്ടോ? ഒരു കുത്തുബിയത്ത് കാന്തപുരത്തിന് വലുപ്പുണ്ടോ? അതെന്തല്ലാത്ത ഇനി മരിച്ചാണ്ടാവുമല്ലോ. അതാ പ്രശ്നം. അവിടെയാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വ്യത്യാസം ഉണ്ട് എന്ന് മരിച്ചോക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഉണ്ടായ എല്ലാ മാലപ്പാട്ടും മരിച്ചോരെ പേരിലാണ്. അല്ലല്ലോ, അതൊന്നല്ല വിഷയം. ഇവിടെ മുസ്ലിയാരെ, ഇവിടെ നാട്ടിലുള്ള 5555 വക മൗലിദ് എടുത്താലും ഒരൊറ്റ മൗലിദ് ജീവിച്ചിരിക്കുന്ന അതിന്റെ പേരിലില്ല, മരിച്ചുപോയ പേരിൽ മാത്രമേ ഉള്ളൂ. ഒരു കുത്തുബിയത്ത്, ഒരു റാത്തീബ്, ഒരു അത്തരം പെയ്ത്ത് മരിച്ചുപോയ മനുഷ്യന്മാരുടെ പേരിലല്ലാതെ ജീവിച്ചിരിക്കുന്ന ആളെ പേര് വിളിച്ചു തേടാൻ ഏത് പാട്ടപ്പട പഠിപ്പിക്കുക? കുത്തുബിയത്തിലൂടെ ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുക. 1000 പ്രാവശ്യം കാന്തപുരത്തിനെ വിളിച്ചാൽ ഷെയ്ഖ് ഹാജറാകും, സഹായിക്കും. നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ ഇവിടെ? അതെന്താ ഇല്ലാത്തത്? അപ്പൊ നിങ്ങൾക്കും അറിയാം മരിച്ചും ബന്ധ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ശിർക്കാന്നുള്ളത്. മറ്റ് നിങ്ങൾ എന്ന് തുടങ്ങുക അപ്പോൾ അത് പറയും, മറ്റ് നിങ്ങൾ എപ്പോൾ തുടങ്ങിയോ അപ്പോൾ അതും പറയും. ജീവിച്ച മനുഷ്യന്മാരെ പേര് കുത്തുബൈത്ത് ഉണ്ടാക്കുകയാണ്, പോലെ വിളിച്ച് ഹാജരാകുന്നു, വിശ്വസിക്കുകയാണ്. അത് നിങ്ങൾക്ക് ധൈര്യം എന്താ അറിയോ? കാരണം അത് ഇവിടെ പൊളിയും, ഒരു വരുന്നുണ്ടോ മനുഷ്യന്മാരെ നോക്കും. ഇത് മൊയ്തീൻ ഷെയ്ഖ് വരുന്നത് നിങ്ങളും കാണൂല, ആരും കാണൂല. അപ്പൊ ധൈര്യമായി പറയാം. അവിടെയാണ് വ്യത്യാസം. ഞാൻ അല്ലാഹ് പറഞ്ഞ കാര്യം എന്ത്? വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാവുകയില്ല. അല്ലാഹ് പറഞ്ഞ കാര്യമാണ്. ഏത് കാര്യത്തിലേക്കോട്ടെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാവുകയില്ല.
അതുകൊണ്ടാണ് എത്ര വലിയ ഔലിയ മരിച്ചാലും മുസ്തേരെ നിങ്ങൾ കേക്കി, എത്ര വലിയ നിങ്ങൾ കേൾക്കണില്ല. ഇപ്പൊ പഴയ മനസ്സൊക്കെ വിട്ടു. മൂപ്പരെ അടങ്ങി ഇപ്പൊ ദേശം നിങ്ങൾക്കും ബാധിച്ച സംശയമുണ്ട് ഇപ്പൊ. അതായത് എത്ര വലിയ ഔലിയ മരിച്ചാലും ആ ഔലിയന്റെ സ്വത്ത് ഇവിടെ ഓരിക്കും. നാം മരിക്കണ മുമ്പ് അത് ഓരിക്കോ ഇല്ല. ആ ഔലിയന്റെ ഭാര്യമാരെ വേറെ കെട്ടിക്കൊണ്ടുപോകാം. അത് പറ്റില്ല, എന്റെ പുതിയപ്പളിഞ്ഞും വരാൻ സാധ്യതയുണ്ട്, ഇന്ന ആരും കെട്ടണ്ട എന്ന് പറയില്ല. അതേപോലെ ഓലെ കുട്ടികളെ യതീമായി കണക്കാക്കും. എന്നാൽ അവന്റെ നാട്ടിലെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലോ എവിടുന്ന് വിളിച്ചാലും പോലും ഓടി എത്തി സഹായിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ വകുപ്പ് ഇസ്ലാമിലില്ല. മൊഹിദ്ദീന്മാരുണ്ട്, മൊഹിദ്ദീൻ മൗലൂദിലുണ്ട്, റാത്തീബിലുണ്ട്, കുത്തുബേത്തിലും ഒക്കെ ഷിയാക്കളുടെ മുസ്ലിമീങ്ങൾക്ക് അത് ആവശ്യമില്ല. അത്ര പേര് വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങളോടും നമ്മളെല്ലാവരോടും പറയാനുള്ളത്, ഹക്കായ ദുആ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ബാത്തിലായ ദുആയിലേക്ക് പോണത്? ആ ഹക്കായ ദുആ എടുക്കുക, അല്ലാണ്ട് മാത്രം തേടുക, എന്നിട്ട് ശരിയായ മുവഹിദായി, ശരിയായ മുത്തഖി, ശരിയായ നിങ്ങൾ ആ കിതാബ് ഒന്ന് പഠിക്കട്ടോ. ശരിയായ മുത്തഖിയായി മുവഹിദായി നമ്മൾ ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കാതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ വെറുതെ വാശിയും വക്കാനും വിദ്വേഷം കൂട്ടിയിട്ട് എന്താ അവിടെ തേടിക്കൂടെ ഇവിടെ തേടിക്കൂടെ എന്ന ന്യായങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഏതായാലും അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മുടെ രംഗത്ത് ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വളരെ സ്നേഹത്തോടു കൂടി ഗുണകാംക്ഷയോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ വന്ന സഹോദരങ്ങൾ, അവർക്കും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹക്ക് കൃത്യമായി ബോധ്യപ്പെടാനും അത് ഉൾക്കൊള്ളാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ എന്നും സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.